കഴിഞ്ഞ ദിവസം റേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് രണ്ട് നേതാക്കളെ ചോദ്യം ചെയ്യാനെത്തിയ ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച ജനക്കൂട്ടം ഉൾപ്പെടെ നേതാക്കന്മാരുൾപ്പെടെ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്നത്. കഴിഞ്ഞ ദിവസം ED ഉദ്യോഗസ്ഥന്മാർക്ക് പ്രതിരോധത്തിന് തോക്കുകൾ കേന്ദ്രം നൽകിയിരുന്നു. ഒപ്പം തന്നെ CRPFന്റെ സേവനവും ED ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയതോടുകൂടി അന്ന് പുലർച്ചെ തന്നെ ഈ പ്രധാനപ്പെട്ട TMC നേതാവായ ശങ്കർ ആദിത്യയെ ED അറസ്റ്റ് ചെയ്തു. ഷാജഹാൻ ഷെയ്ഖിനെയും ശങ്കർ ആദിത്യയും ചോദ്യം ചെയ്യാൻ പോയപ്പോഴാണ് ജനക്കൂട്ടം ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. ഇതിനെതിരെ കോൺഗ്രസ് പോലും രംഗത്ത് വരുന്ന സാഹചര്യം. ഇപ്പോഴത്തെ പുതിയ വാർത്ത എത്തിയിരിക്കുന്നു. ഷാജഹാൻ ഷെയ്ഖ് ഒളിവിൽ പോയിരിക്കുന്നു. ഷാജഹാൻ ഷെയ്ഖിനൊപ്പമുള്ള അനുയായികളും ഒളിവിൽ പോയിരിക്കുന്നു. ആക്രമിക്കപ്പെട്ട ജനക്കൂട്ടത്തിൽപ്പെടുന്ന നേതാക്കന്മാരും ഇപ്പോഴില്ല. ഏതായാലും ഷാജഹാൻ ഷെയ്ഖ് ഒളിവിലിരുന്നു കൊണ്ട് ശബ്ദരേഖ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ ഷാജഹാൻ ഷെയ്ഖ് പറയുന്നത് താൻ നിരപരാധിയാണ്, ED വേട്ടയാടുകയാണ്. നമുക്കറിയാം 4 വർഷങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ BJPയുടെ പ്രവർത്തകർ പലായനം ചെയ്ത് ആസാമിലെത്തിയ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സംഘർഷം നടന്ന മണ്ണിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ നിക്കക്കള്ളിയില്ലാതെ ഒളിച്ചോടുന്ന കാഴ്ചയാണ്. ഏതായാലും പിടിമുറുക്കി ശക്തമായ രീതിയിൽ കേന്ദ്രം മുൻപോട്ട് നീങ്ങുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.